നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സത്യത്തിൽ ഹാരി കെയ്നുള്ള ടീം കപ്പടിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം പലർക്കും ഉണ്ടല്ലോ. അത് ശരിയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. DFB പോക്കലിൽ റൗണ്ട് ഓഫ് 16 ബയൺ മ്യൂണിക്ക് തോറ്റു പുറത്തായിരിക്കുന്നു. കെയ്നി മത്സരം കളിച്ചിട്ടില്ല, സംഗതി ശരിയാണ്. പക്ഷേ ഈ ടൂർണമെൻറ്റ് എന്തായാലും മുന്നോട്ട് പോവുകയാണെങ്കിൽ കെയ്ന് കളിക്കുകയും കിരീടം നേടാൻ സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹം ഇറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു ഫൈനലൊക്കെ എത്തുകയാണെങ്കിൽ. പക്ഷേ റൗണ്ട് ഓഫ് 16 അദ്ദേഹത്തിൻ്റെ ടീമായ ബയൺ മ്യൂണിക്ക് ഇതാ പുറത്തായിരിക്കുന്നു. ബയർ ലെവർക്യൂസിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് DFB പോക്കലിൽ അവർ പൊട്ടി പുറത്തായിരിക്കുന്നത്. കളിയിൽ തൻ്റെ കരിയറിൽ ആദ്യമായിട്ട് റെഡ് കാർഡ് കണ്ടു പുറത്തേക്ക് പോയി ഇമാനുവൽ ന്യൂയർ. ഫ്രിംപോങ്ങിനെ ഫൗൾ ചെയ്തതിനാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടുന്നത്. നോക്കുക, അദ്ദേഹത്തിൻ്റെ കരിയർ 867 പ്രൊഫഷണൽ അപ്പിയറൻസ് ആണ് ഫോർ ക്ലബ് ആൻഡ് കൺട്രി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്നിട്ട് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോവേണ്ടി വന്നു. അതോടുകൂടി 10 പേരായിട്ട് ചുരുങ്ങി ബയേൺ. അതിന് പണിയും കിട്ടി. മത്സരത്തിൽ ഹാരി കെയ്ൻ ഇല്ല. ജമാൽ മുസിയാല, കിങ്സ്ലി കോമൻ, ഒലീസെ, ലിറോയ് സനെ തുടങ്ങിയവരൊക്കെ ചേർന്നുകൊണ്ടാണ് ബയേണിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചതെങ്കിൽ മറുഭാഗത്ത് വേർഡ്സിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നെ ഗ്രിമാൽഡോ, അതുപോലെ പലാസിയോസ്, സാക്ക, അൻറിച്ച്, ഫ്രിംപോങ് എന്നിവരൊക്കെ ബയർ ലെവർക്യൂസിന് വേണ്ടിയും അണിനിരന്നു. കളിയുടെ 17ാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഇൻസിഡൻറ്റ്. ഫ്രിംപോങ്ങിനെ ഫൗൾ ചെയ്യുന്നു. മാനുവൽ ന്യൂയർക്ക് റെഡ് കാർഡ് കിട്ടുന്നു. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നെങ്കിലും രണ്ടാം പകുതിയിൽ ടെല്ലയിലൂടെ 69ാമത്തെ മിനിറ്റിൽ ബയർ ലെവർക്യൂസിന് ലീഡെടുത്തു. ആ ഗോളിന് അവർ വിജയിച്ച് കയറുകയും ചെയ്തു. റൗണ്ട് ഓഫ് 16 തോറ്റ് DFB പോക്കലിൽ നിന്ന് ബയൺ മ്യൂണിക്ക് പുറത്തേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.